വോട്ട് ചോരിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടെ മറ്റുള്ളവരുടെ ലോഗിൻ ഐഡികളും വ്യാജ ഫോൺ നമ്പറുകളും ഉപയോഗിച്ച് ബിജെപിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ദലിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ, OBC വിഭാഗങ്ങൾ എന്നിവരുടെ വോട്ടുകൾ കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നീക്കം ചെയ്യുകയും സംശയകരമായ വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. 2023 തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ BJP ജയിച്ചു. കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള 10 ബൂത്തുകളിൽ ഇത്തരത്തിൽ തെരഞ്ഞുപിടിച്ച് ആളുകളെ നീക്കം ചെയ്തത് കണ്ടെത്തിയതോടെയാണ് രാഹുൽ ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചത്. 6018 ആളുകളെ നീക്കം ചെയ്തതായാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് പോലെ ആരോപണങ്ങളെല്ലാം ഒന്നിച്ച് നിരസിച്ചു. നിരാശം കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത അനവധി കാര്യങ്ങൾ രാഹുലിന്റെ ആരോപണത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനം ഇത് സംബന്ധിച്ച് കർണാടക സൈബർ ക്രൈം വിഭാഗം CID കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണമാണ്. ഇതിന്റെ ഭാഗമായി തട്ടിപ്പിന് ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ഫോമുകൾ പൂരിപ്പിച്ച ഡെസ്റ്റിനേഷൻ IP, അപേക്ഷകൾ ഫയൽ ചെയ്ത ഡെസ്റ്റിനേഷൻ പോർട്ടുകൾ, OTP ട്രെയിലുകൾ തുടങ്ങിയ അന്വേഷണത്തിന് ഒഴിവാക്കാനാവാത്ത വിവരങ്ങൾ ആവശ്യപ്പെട്ട് CID തെരഞ്ഞെടുപ്പ് കമ്മീഷന് 18 മാസത്തിനുള്ളിൽ 18 കത്തെഴുതിയെങ്കിലും കമ്മീഷൻ ഒരു രേഖയും നൽകിയിട്ടില്ല. ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടും മിണ്ടാട്ടമുണ്ടായിട്ടില്ല. രണ്ടാമത്തേത് ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ്. ഗോദാബായ് എന്ന ഐഡിയിൽ നിന്ന് 12 വോട്ടുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. സൂര്യകാന്ത് എന്ന ഐഡിയിൽ നിന്ന് 14 മിനിറ്റിനുള്ളിൽ 12 പേരുകൾ നീക്കം ചെയ്തു. നാഗരാജ് എന്ന പേരിൽ നിന്ന് 36 സെക്കൻഡിനുള്ളിൽ 2 വോട്ടുകൾ ഇല്ലാതാക്കി. 36 സെക്കൻഡിനുള്ളിൽ എങ്ങനെ ഒരു മനുഷ്യന് 2 ഫോറം പൂരിപ്പിക്കാൻ കഴിയും? അതും എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പുലർച്ചെ 4:07 ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ ആളുകളെല്ലാം രാഹുലിനൊപ്പം പത്രസമ്മേളനത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തു. തങ്ങളുടെ അറിവില്ലാതെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത് പോലെ ക്രമക്കേടൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ ഇവരുടെ പേരിൽ ഒഴിവാക്കൽ ഫോമുകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു? 6850 വോട്ടുകൾ കൂട്ടിച്ചേർക്കലാണ് നടന്നിരിക്കുന്നത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള 6 മാസത്തിനുള്ളിൽ രജുപുരയിൽ വോട്ടുകൾ 55,000 വർദ്ധിച്ചു. 2024 ഒക്ടോബർ 1 ഒക്ടോബർ 15 ഇടയിൽ 11,667 വ്യാജ വോട്ടർമാർ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. വ്യാജ രജിസ്ട്രേഷനുകൾക്കായി ഉപയോഗിച്ച IP വിലാസങ്ങൾ, ഇമെയിൽ ഐഡികൾ, മൊബൈൽ നമ്പറുകൾ എന്നിവ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടെങ്കിലും മറുപടി നൽകിയിട്ടില്ല. നിഷേധക്കുറിപ്പിറക്കി ഒളിഞ്ഞിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഭരണഘടനാ സംവിധാനമാണ്. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് പശ്ചിമ ബംഗാളിലെ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഈ വേഗം രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഭരണഘടനയുടെ 324 വകുപ്പ് നൽകുന്ന അധികാരങ്ങളുടെ മറപിടിച്ചിരിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. വോട്ടുകൾ ഇല്ലാതാക്കണമെങ്കിൽ ആവശ്യമായ ഫോമുകൾ പൂരിപ്പിച്ച് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കൽ ഭീഷണി നേരിടുന്ന വോട്ടറോട് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകണം. പറയാനുള്ളത് കേട്ട ശേഷമാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവില്ലാതെ പിന്നെ എങ്ങനെയാണ് വോട്ടർമാർ നീക്കം ചെയ്യപ്പെട്ടത്? ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇതേ രീതിയിലുള്ള വോട്ട് ചോരി ഉണ്ടായതിനാൽ ഇത് ഒറ്റപ്പെട്ട കേസല്ലെന്നാണ് രാഹുൽ പറയുന്നത്. അലന്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പറുകൾ കർണാടകയ്ക്ക് പുറത്തുള്ളതാണ്. ഇതിലെ കണ്ണുകൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അന്വേഷണം വേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒളിച്ചു കളിച്ച് ഒഴിഞ്ഞു മാറാനാവില്ല. വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കുന്നതും ഒഴിവാക്കുന്നതുമായ പ്രക്രിയ കൂടുതൽ സൂക്ഷ്മമായി നടപ്പാക്കേണ്ടതാണ്. ബീഹാറിലെ തീവ്ര പരിഷ്കരണത്തെ എതിർക്കേണ്ടി വരുന്നത് അത് പൗരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത വോട്ടറിൽ ചുമത്തുന്നത് കൊണ്ടാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഒരു മോശം ഉദാഹരണമാണ്. ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആരാണ് പൗരൻ, ആരെല്ലാം പൗരനല്ല എന്ന ചോദ്യം കൂടുതൽ സൂക്ഷ്മതയോടെ ചോദിക്കേണ്ടി വന്നിരിക്കുന്നു. ഏറ്റവും വിശ്വസനീയമായ രീതിയായ ഡോർ ടു ഡോർ വെരിഫിക്കേഷനിലൂടെ സമഗ്രമായ വോട്ടർ റോൾ പരിഷ്കരണത്തിൻ്റെ അടിയന്തര ആവശ്യകതയെ മഹാദേവപുര അലന്ത് വോട്ട് ചോരി എടുത്തു കാണിക്കുന്നു. Way2Nikah.com, the exclusive Muslim matrimonial site.